ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ സമീപകാലത്തെ കേരളത്തിലെ തന്നെ ചില തെരഞ്ഞെടുപ്പ് കേസുകൾ എടുത്താൽ മൂവാറ്റുപുഴയിൽ 2004 PC തോമസ് ജയിച്ചത് പിന്നീട് കോടതി അസാധുവാക്കിയിരുന്നു. അതിന്റെ കാരണം മതത്തെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അഴീക്കോട് KM ഷാജി ഇതുപോലെ തന്നെ വിജയിച്ചത് കോടതി റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. അതും മതത്തെ ഉപയോഗിച്ചതിന്റെ പേരിലാണ്. അപ്പം മതത്തെ ഉപയോഗിക്കാൻ പാടില്ല. ജനപ്രാതിനിധ്യ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്. അപ്പം മതം ഒരു ഇലക്ഷൻ പ്രചരണ വിഷയമായാൽ അത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കാവുന്ന കുറ്റകൃത്യമാണെന്നിരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വ്യാപകമായി മതം, ജാതി തുടങ്ങിയവ ഉപയോഗിക്കപ്പെട്ടു. അത് വളരെ ഓപ്പണായി, ഒരു മറയുമില്ലാതെ, രഹസ്യമായി എവിടെയെങ്കിലും പാംഫ്ലെറ്റ് വിതരണം ചെയ്തിട്ടല്ല, ഓപ്പണായി ജനകോടികളോട് സംസാരിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കപ്പെട്ടു. അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞുമില്ല എന്ന അവസ്ഥയെ എങ്ങനെ കാണണം? മതം വ്യാപകമായി സംസാരിക്കപ്പെട്ട ഘട്ടമാണ് ഏപ്രിൽ 20 ശേഷം സംഭവിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് ആണ്. വളരെ നല്ലൊരു ക്യാമ്പയിൻ തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി നയിച്ചത്. അതിൽ വികസനത്തെക്കുറിച്ച് ഒരു വികസന നായകനായി അദ്ദേഹം സ്വയം അവതരിപ്പിക്കുകയും ഇന്ത്യയെ 2047 ഒരു വികസിത രാജ്യമാക്കി മാറ്റുകയും ചെയ്യുമെന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നേടിയ നാഴികക്കല്ലുകൾ, കുതിച്ചുചാട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണി പറയുകയും അത് തുടരേണ്ടതിൻ്റെ ആവശ്യകത പറയുകയും ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് നറേഷനാണ്. 2004 ശ്രീ അടൽ ബിഹാരി വാജ്പേയി ചെയ്തതും ആ തരം ഡെവലപ്മെൻറ്റൽ റെറ്ററിക്കാണ്. പക്ഷേ ആ ഡെവലപ്മെൻറ്റൽ റെറ്ററിക്ക് ജനങ്ങളുടെ ഇടയിൽ യേശുന്നില്ല എന്ന് എങ്ങനെയോ തോന്നി. അതൊരു പക്ഷേ വോട്ടർ ടേൺ ഔട്ട് കുറയുന്നത് കൊണ്ടാകാം. അപ്പോഴാണ് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട്, ലക്ഷ്മണ രേഖ ലംഘിച്ചുകൊണ്ട് വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് കടക്കുന്നത്. ഞാൻ ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് അത് സ്വയം വരയ്ക്കേണ്ട ഒരു വരയാണ്. ഓരോ പാർട്ടിയുടെയും താരപ്രചാരകർ, പ്രത്യേകിച്ചും ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതരായ താരപ്രചാരകരാണ് നരേന്ദ്രമോദി. വേണമെങ്കിൽ സമാനതകളില്ലാത്തൊരു നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ മുന്നണിക്ക് പല നേതാക്കളുണ്ട്. രാഹുൽ ഗാന്ധി വലിയ നേതാവാണ്, പക്ഷേ പല നേതാക്കളുണ്ട്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും NDA സംബന്ധിച്ചിടത്തോളവും ഒരൊറ്റ നേതാവാണ് നരേന്ദ്രമോദി. അങ്ങനെയുള്ള നേതാവ് വിശ്വഗുരുവായി വളരണമെങ്കിൽ, അത് ലോകം അംഗീകരിക്കണമെങ്കിൽ, ലോകത്തെ ജനാധിപത്യ പാരമ്പര്യങ്ങൾ താങ്ങി നിർത്തുന്നതിൽ ലോകത്തെ 6 പേരിൽ ഒരാൾ ഭാരതീയനാണെന്ന് ഓർക്കണം. അപ്പം ലോകത്തിൻ്റെ തന്നെ ജനാധിപത്യ ക്രെഡൻഷ്യൽസ് നിലനിർത്താനുള്ള വിശ്വഗുരുവിൻ്റെ ഒരു ദൃഢനിശ്ചയം കാട്ടേണ്ടത് തൻ്റെ പ്രസംഗങ്ങളിലൂടെയാണ്. അങ്ങനെ സ്വയം പ്രഖ്യാപിത, സ്വയം വരയ്ക്കേണ്ട, തനിക്ക് ചുറ്റും വരയ്ക്കേണ്ട ഒരു ലക്ഷ്മണരേഖ വരച്ചില്ല എന്ന് മാത്രമല്ല, ആ ലക്ഷ്മണരേഖ ഘടനാപരമായി വരയ്ക്കേണ്ട ഇലക്ഷൻ കമ്മീഷനെ പോലും സൈലൻസ് ചെയ്യാൻ അദൃശ്യമായ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. സീസർ മാത്രമല്ല, സീസർ ഭരണാധികാരിയാണെങ്കിൽ സീസറുടെ ഭാര്യ, ഭരണാധികാരികൾ സൃഷ്ടിച്ച ആ ഒരു ഇലക്ഷൻ കമ്മീഷൻ, 3 അംഗ ഇലക്ഷൻ കമ്മീഷൻ ആരോപണങ്ങൾക്ക് അതീതമായിരിക്കണം. അങ്ങനെയെങ്കിൽ അത് ഭരണഘടന നിഷ്കർഷിച്ച, അംബേദ്കറും കൂട്ടരും നിഷ്കർഷിച്ച ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ്റെ ന്യൂട്രാലിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് പവർ അത് എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാവുകയും വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമായി മാത്രമേ നമുക്ക് കരുതാനാവൂ. ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്താണ് ചെയ്യാനാവുക? ഇലക്ഷൻ കമ്മീഷനെ വെറുതെ വിടണമെങ്കിൽ ഇനിയിപ്പോൾ കോടതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇലക്ഷൻ കമ്മീഷനെ ഒരു അമ്പയറാകാൻ കഴിയുന്നില്ല. അപ്പോൾ ഓരോ വിദ്വേഷ പ്രസംഗങ്ങളും കോടതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ നോക്കൂ. അപ്പോൾ കോടതി തന്നെ പറയുകയാണ്, അങ്ങനല്ല, ഇത് ഇലക്ഷൻ കമ്മീഷനാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊഴിയാം. പക്ഷേ അത് ജനാധിപത്യത്തെ നിലനിർത്താനും ഭരണഘടനാ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ഭരണഘടനയുടെ അന്തസ്സത്തെ നിലനിർത്താനുള്ള സംവിധാനമാണ് കോടതി. കോടതിയിൽ വിശ്വാസമുള്ളിടത്തോളം കാലം മാത്രമേ ഒരു രാജ്യം നിലനിൽക്കൂ, ഒരു ഭരണഘടന നിലനിൽക്കൂ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ കണ്ണുകളും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമായ കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെയുള്ള കാര്യം നോക്കുമ്പോൾ നമ്മൾ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ച് നമ്മൾ കാര്യമായി സംസാരിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, ആ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ, റായ്ബറേലിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിനെ വരെ അസാധുവാക്കാൻ തക്ക ശക്തി. അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞു ഈ ഇസ്മായിലിൻ്റെ കാര്യം, ഇസ്മായിലിൻ്റെ നമ്മുടെ മൂവാറ്റുപുഴ MP PC തോമസിൻ്റെ കാര്യം പറഞ്ഞു, അയോഗ്യനാക്കി. അതുപോലെ KM ഷാജി, അഴീക്കോട് KM ഷാജി അയോഗ്യനാക്കി. അതുപോലെ അത് മാത്രമല്ല, ഉദ്ധവ് താക്കറെയുടെ ബാൽ താക്കറെയുടെ ഒരു വിദ്വേഷ പ്രസംഗം, എനിക്ക് 1999 അദ്ദേഹത്തെ 6 വർഷത്തേക്കാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും പ്രചരണം നടത്തുന്നതിൽ നിന്നും വിലക്കിയത്. അതിനുശേഷം അദ്ദേഹം അനുകൂല വിധി സമ്പാദിച്ചു. രാജയെ 2019 വിലക്കുകയുണ്ടായി, ഏതാനും ദിവസത്തെ പ്രചരണത്തിൽ നിന്നും വിലക്കുകയുണ്ടായി. അതുകൊണ്ട് ഘടനാപരമായ സംവിധാനങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല.
തീർച്ചയായും ഉണ്ട്. പക്ഷേ അത് ഉപയോഗിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ യജമാനന്മാരുടെ ഇച്ഛാനുസരണമായി പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നഖവും പല്ലും കൊഴിയുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് ഇന്ത്യയുടെ ജനാധിപത്യ ഭാരതത്തിന് അത് ഭൂഷണമല്ല എന്നാണ് ശ്രീ അഭിലാഷ് എനിക്ക് തോന്നുന്നത്. ശരി, തീർച്ചയായിട്ടും നമുക്ക്